എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം ഈ രണ്ട് പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഡൈബാ ലൈഫ് ആയാലും എനിക്ക് വളരെ വലിയ രീതിയിലേക്ക് പിന്നെ ഷുഗറിന്റെ അളവ് ഉണ്ടായിരുന്നു. അപ്പൊ ഡൈബാ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നോർമൽ ലെവലിലേക്ക് എത്തിയത്. അപ്പോ അതേ രീതിയിൽ തന്നെ ഞാൻ ഈ പ്രോഡക്റ്റുകൾ പല വ്യക്തികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ചാത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷീബ മേഡം എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അവരെ ഭർത്താവ് പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പലരും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഉൾപ്പെടെ ഇല്ലാതെ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ശരീരത്തിന് ഹാനികരായി മാറും എന്നുള്ള ഇതിലേക്കുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു അദ്ദേഹം. പക്ഷെ ആ വീട്ടിലെത്തിയ സമയത്ത് യാദൃശ്ചികമായിട്ടൊരു ചെറിയ മഴ പെയ്ത സമയത്ത് എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അങ്ങനെ പറഞ്ഞ സമയത്ത് മനസ്സോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതെങ്കിലും ഞാൻ കാണുന്ന സമയത്ത് ഈ ഷുഗറിന്റെ പ്രയാസം കൊണ്ട് കാലൊക്കെ ഒരു കറുപ്പ് കളറിലേക്ക് നീരൊക്കെ വന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടുന്ന് നമ്മളെ ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്ത് കൃത്യം 1 മാസം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ 2 ദിവസം മുമ്പ് വിളിക്കുന്നുണ്ട്, എന്റെ പ്രോഡക്റ്റ് കഴിയാനായിട്ടുണ്ട്, നിങ്ങൾ നാളെ തന്നെ എത്തിച്ചു തരണമെന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം അദ്ദേഹം വിളിക്കില്ലല്ലോ. പക്ഷെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് ശേഷം നോക്കുന്ന സമയത്ത് കാലിന്റെ ആ കറുപ്പ് കളറുള്ള ആ അവസ്ഥ മാറി നീര് പോയി ഇന്നിപ്പം വളരെ ഊർജസ്വലായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കച്ചവടം നടത്തുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ എന്നോട് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്, ഇപ്പം ചെക്ക് ചെയ്ത സമയത്ത് നോർമൽ ആയിട്ടുണ്ടെന്ന്. വർഷങ്ങളായിട്ട് 10-12 വർഷമായിട്ട് എങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ നടന്നുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയ ആ ഒരു ഇതിൽ നിന്നും മാറിയിട്ട് ഇന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പം വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിലേക്ക് സപ്പോർട്ട് അദ്ദേഹവും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കൺസെപ്റ്റ് തന്നെ എതിർത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് ഇന്നിപ്പം നല്ലൊരു ഊർജസ്വലായിട്ട് നമ്മളെ ബിസിനസ്സിലേക്ക് ഏറ്റെടുത്തിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയിട്ട് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് റാങ്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ ഒരു പ്രോഡക്റ്റ് കൊടുത്ത ഇതില്. 95 എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. എനിക്ക് തുടക്കത്തിൽ തന്നെ ഈ സോറിയാസിസ് എന്ന് പറഞ്ഞൊരു പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസത്തിന് അത് വലിയ രീതിയിലേക്കും ചെറിയ രീതിയിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രശ്നം നമ്മുടെ ഈ 95 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മാസങ്ങളോളം ഉപയോഗിച്ച സമയത്ത് ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ പോലും എന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നില്ല. അത്രയും കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. പൊതുവെ ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കഴിച്ചിട്ടാണ് അത് ക്ലിയർ ആക്കിയതാണ് പറയാറുള്ളതെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് 95 മാത്രം കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ട്. 95ഉം ഡൈബാ ലൈഫും ഞങ്ങളുടെ വീട്ടിൽ തന്നെ 95 എൻ്റെ നാത്തൂൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അവർക്ക് ഞങ്ങൾ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും 3 കീമോ കഴിഞ്ഞു. അപ്പോൾ 3 കീമോ, മൂന്നാമത്തെ കീമോയ്ക്ക് അവൾക്ക് നല്ല ക്ഷീണവും ഛർദിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ കീമോ തുടങ്ങിയപ്പോൾ തന്നെ അവളെ സംബന്ധിച്ച് അവളുടെ ശരീരം വളരെയധികം, അവൾ നല്ല വെളുത്ത ആളായിരുന്നു, കറുപ്പ് കലർന്നു, അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഛർദി. കീമോ കഴിഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഛർദി തുടങ്ങുമായിരുന്നു. ആ ഛർദി വീട് വരെയും ഛർദിക്ക്, അങ്ങനെ 2 ദിവസം 2-3 ദിവസം ഛർദിക്കാൻ. 4-ാമത്തെ കീമോയ്ക്ക് ഇതിലേക്ക് ഞാൻ വന്ന് അങ്ങനെ ഞങ്ങൾ ഇതിന്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുക്കാന്നുള്ളത് കൊടുത്തു. ഇപ്പോഴും 95 കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നു, ഇപ്പൊ നാളെ കൊണ്ടു കൊടുക്കാനുള്ള തീരുമാനമാണ്. നല്ല, അത് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല, നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഛർദി ആ ക്ഷീണത്തിനൊക്കെ. പിന്നെ ബാക്കിയുള്ള കീമോയ്ക്കൊന്നും അവൾക്ക് അങ്ങനെ ഛർദിയും ബുദ്ധിമുട്ടോ വിഷമങ്ങളൊന്നുമില്ല. ആള് മെലിഞ്ഞ് നല്ല എന്താ വെച്ചാൽ ചുണ്ടിനൊക്കെ ഒരു വെള്ള കളറൊക്കെ വന്നിരുന്നു, അതൊക്കെ മാറി നല്ലൊരു റിസൾട്ട് എന്ന് പറയാൻ എന്താ എനിക്ക് പറയാൻ അറിയില്ല. അതേപോലെ ഞങ്ങളുടെ വേറെ 3 നാത്തൂന്മാർക്ക് ഉണ്ടായിരുന്നേ, ഹസ്ബൻഡിന്റെ 3 പെങ്ങന്മാർക്ക് ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, അവര് മരിച്ചുപോയി. കാരണം അവർക്ക് മജ്ജയ്ക്കകത്തായിരുന്നു. അതേപോലെ ഏറ്റവും മൂത്ത നാത്തൂന് അവർക്കും ഉണ്ട്. ഇപ്പോഴും അവര് 8 ബോട്ടിലാണ് കഴിച്ചത്. ഞങ്ങളല്ല കൊടുത്തത് എങ്കിലും അത് അവരുന്ന് കുരാച്ചുണ്ടുകാരായിരുന്നു, അവർക്ക് അവരുടെ മകൻ വാങ്ങിക്കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഈ 95ന്റെ റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. ഞങ്ങൾ പുറത്ത് ഇപ്പൊ കൊടുക്കുന്നുമുണ്ട്, അതുപോലെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ആള് അത് കഴിക്കുന്നുമുണ്ട്, നിർത്തിയിട്ടുമില്ല. 5 മാസം കഴിഞ്ഞു ഇപ്പം അത് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ പറഞ്ഞു കുറച്ചും കൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് റിസൾട്ട് പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആളെ പഴയ രീതിയിൽ തന്നെ ആളെ കിട്ടി എന്നുള്ളത് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് 95നെ കുറിച്ച്.
അതുപോലെ തന്നെ ഡേബ ലൈഫ് എൻ്റെ ഹസ്ബൻഡിന് ഡേബ ലൈഫ് 4 മാസം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഷുഗർ 8.8 ആയിരുന്നു, HbA1c അതിപ്പോൾ 5.3 ആയിട്ടുണ്ട്. ഇതാണ് പറയാനുള്ളത്. അത് നല്ല റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ ബിസിനസ്സിലേക്ക് വന്ന തന്നെ 95 കഴിച്ചിട്ടാ. എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 95 കഴിച്ച് എനിക്ക് ആ രോഗം എന്താന്നുള്ള അറിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്തപ്പോ 95 അപാര തടി വന്നു. എണീറ്റ് നടക്കാൻ വയ്യ, നിക്കാൻ വയ്യ, അപാര തടി. അങ്ങനെ ഞാൻ 95 വാങ്ങി കുടിച്ചപ്പോ തടി ഒക്കെ അങ്ങ് പോയി. നീരായിരുന്നു തോന്നുന്നു, എന്താ അറിയില്ല, തടി അങ്ങ് പോയി. ഞാൻ ശരിക്ക് 10 95 കുടിച്ചിട്ട്. അപ്പൊ എനിക്ക് നല്ലൊരു എന്തൊക്കെയോ രോഗത്തിന് തന്നെ എനിക്ക് മാറ്റണ്ട 95 കുടിച്ചിട്ട്. നേരെയാണ് ഞാൻ പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഒരു ക്യാൻസർ രോഗിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ടാ കൊടുത്തത്. അപ്പൊ പിന്നെ 3 മാസം അവര് കണ്ടിന്യൂ ചെയ്ത് പിന്നെ അവര് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ക്യാൻസറിന്റെ സെല്ലുകൾ ശരീരത്തിൽ ഇല്ലാന്ന്, നശിച്ചു പോയി എന്ന് പറഞ്ഞ്. ഇതെന്താ സംഭവിച്ചതെന്ന്. ഏതായാലും ഇപ്പൊ അവര് പണിക്കൊക്കെ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും. നല്ല റിസൾട്ട് തന്നെയാണ് 95 കൊണ്ട് കിട്ടിയത്. എനിക്ക് ആമവാദത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ചു കാലമായിട്ട്, 8-10 വർഷമായിട്ട്. 95ന്റെ കൂടെ ഞാൻ മറ്റുള്ള പ്രോഡക്റ്റുകളും കഴിച്ചിരുന്ന് നല്ല മാറ്റമുണ്ട്. പിന്നെ എപ്പോഴും തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഇപ്പൊ എപ്പോഴും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല അസുഖങ്ങൾക്കും നല്ല മാറ്റങ്ങളുണ്ട്. വളരെ നല്ല പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഞാൻ വൈഫിന് ഈ ഷുഗർ ബാധിച്ചിട്ട് ന്യൂറോപ്പതി ബാധിച്ച് കാലിന് വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. വൈഫ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ വൈഫിന് ഡയബ ലൈഫ് ഇപ്പോൾ ഈ മാസം മുതലാണ് കൊടുത്തു തുടങ്ങിയത്. കഴിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെ HbA1c എല്ലാം PPBS ഷുഗർ ചെക്ക് ചെയ്തു. അതില് 160 200ന് മുകളിലൊക്കെ നിന്നിരുന്നതാണ്. ഇപ്പൊ ഒരു 15 ദിവസത്തോളായി ഡയബ ലൈഫ് കഴിക്കുന്നു. അതുകൊണ്ട് കൂടെ ഇൻസുലിനും ഉണ്ട്. എന്നാലും ഒരു 160ലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ 2-3 നമ്മളെ കസ്റ്റമേഴ്സിന് എല്ലാം 95 എല്ലാം കൊടുക്കുന്നു. അതൊക്കെ കുറച്ചൊക്കെ നല്ല വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണ് നമ്മുടേത്. എനിക്ക് സ്വന്തമായിട്ടുള്ള ഡൈബ ലൈഫ് ഉപയോഗിച്ചുള്ള എന്റെ സ്വന്തം റിസൾട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ഷുഗർ അങ്ങ് കടന്നു പോയിരുന്നു. വളരെ കൂടുതൽ ഷുഗർ ആയ സമയത്ത് ഞാൻ ഒരു HbA1c ടെസ്റ്റ് ചെയ്തു. അതില് ഷുഗർ 9.27. അപ്പൊ സാറിനോട് ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യാന്ന്. അയ്യൂബ് സാറിനോടാ ചോദിച്ചത്. അയ്യൂബ് സാർ പറഞ്ഞു ഇനി ഒരു മാർഗമില്ല, നമ്മളെ ഡൈബ ലൈഫ് നിങ്ങൾ കഴിച്ചോളണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് പടച്ചോനെ എന്റെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രയാസമാകുമല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് നോക്കി. അങ്ങനെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുന്ന ചെറിയൊരു വാക്ക് പറഞ്ഞു അയ്യൂബ് സാർ ലാസ്റ്റ്. അങ്ങനെ ഞാൻ കഴിച്ചെന്ന് മാത്രല്ല, ഞാൻ 3 മാസം കണ്ടിന്യൂ ആയി കഴിച്ചു ഡൈബ ലൈഫ്. ഡൈബ ലൈഫ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചുരുക്കം പറയുകയാണ്, ആ 3 മാസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ അത് നേരെ 7.20 അല്ല 7.9 മാറി. 6 മാസം തുടർച്ചയായി കഴിച്ചു, ടെസ്റ്റ് ചെയ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ 95ന്റെ പറയുന്നില്ല, 95 ഒക്കെ വളരെയധികം റിസൾട്ടാണ്. എത്രയോ റിസൾട്ടുകൾ എനിക്ക് കൊടുത്ത് പറയാൻ. എന്റെ വീട്ടിലെ റിസൾട്ട്, ഭാര്യക്ക് ശക്തമായ ഒരു വേദന വളരെ വർഷങ്ങൾ കൊണ്ട് മുമ്പുള്ള വേദന, അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഡൈബ ലൈഫ് ആണ് എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ നമുക്കിത് നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഉൽപ്പന്നമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉണർത്തി. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ കോവിഡിന് മുമ്പായിട്ട് ഒരു 5 വർഷം മുമ്പ് 95 ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഒരു 13 വയസ്സ് തൊട്ട് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് തുടക്കത്തിലൊക്കെ കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ചു. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് മരുന്നിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് നിർത്തി. പിന്നെ കുറെ ഹോമിയോ ഉപയോഗിച്ചു. ഹോമിയോ ഉപയോഗിച്ചെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും പിന്നെ ഞാൻ മരുന്നെല്ലാം നിർത്തി ഒരേ രീതിയിൽ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഉറക്കമില്ലായ്മ, പുറം വേദന, ശരീരം വേദന, ക്ഷീണം, ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ സുഹൃത്ത്
ഇങ്ങനെ ഇവിടെ വീട്ടിൽ വരികയും ഇങ്ങനെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു തൈറോയിഡിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ 95 ഞങ്ങൾക്ക് തന്നു. അന്ന് തൈ ഹെൽത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ 95 തന്നു. അപ്പൊ അതൊരു മാസം ഉപയോഗിച്ചു. ഒരു മാസം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വേറെ തുടർന്ന് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ശരീരവേദനയും ശരീരത്തിലൊക്കെ മുഴ പോലെ നീരിങ്ങനെ പൊങ്ങി. അപ്പൊ ആകെ പേടിയായി. എന്താണെന്നറിയില്ല. ഒരാൾ വന്ന് പരിചയപ്പെടുത്തിയല്ലോ, ഡോക്ടറെ ചീട്ടൊന്നും ഇല്ലാതെ വാങ്ങി കഴിച്ച ഉൽപ്പന്നമാണല്ലോ. അപ്പൊ എന്താണെന്നറിയില്ല. അങ്ങനെ ആകെ പേടിയായി. അപ്പൊ ചാമ്പിത്തൈലം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചാമ്പിത്തൈലമൊക്കെ മേത്ത് തേച്ച് നോക്കി. അതുകൊണ്ടൊന്നും ഒരു മാറ്റം വന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ലാബിൽ പോയി ടെസ്റ്റിന് കൊടുത്തു. ടെസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് അന്നൊക്കെ കിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് കിട്ടിയപ്പോൾ പെട്ടെന്ന് എന്താ പറയാ, അവിടുന്ന് ലാബിൽ നിന്ന് ഒരു ചോദ്യം, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണ് ഉപയോഗിച്ചത്? അപ്പൊ ഒന്നും കൂടെ പേടിയായി. അതെന്തോ അധികരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ചോദിച്ചവൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച എന്തോ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഒരു കോഴ്സും കൂടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തൈറോയിഡ് തീർത്തും മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഹസ്ബൻഡ് പോയി കണ്ടു. അവരോട് 95 വാങ്ങി ഉപയോഗിച്ചു. അതൊരു മാസം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് നോർമൽ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ബ്ലഡിന്റെ കുറവുണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചു. പിന്നെ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ഒരു പനിയും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ തൈറോയിഡ് നോർമലാണ്. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. 5 വർഷം മുമ്പ് കുടിച്ച 95 കൊണ്ട് തന്നെ എന്റെ തൈറോയിഡ് എന്റെ ശരീരത്തിൽ നിന്നും പറ്റ മാറിപ്പോയി. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഹസ്ബൻഡിന്റെ സുഹൃത്തിന് 95 കൊടുത്തിരുന്നു ബാലൻസിന്റെ പ്രശ്നത്തിന്. അത് നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. കുറച്ച് തലകറക്കവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം 95നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫീലിംഗ് ആണ് ഉപയോഗിച്ചതെങ്കിലും പിന്നെ എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന പ്രൊഡക്റ്റ്. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ ബി പി ഉണ്ട്. ഈ ബ്ലഡ് കുറവിന്റെ ഒപ്പം തന്നെ ലോ ബി പി എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എപ്പോഴും ബി പി നോർമലിന് എപ്പോഴും താഴെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ശരീരത്തിനൊരു ക്ഷീണം, തലകറക്കം, മരവിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 8 ബോക്സോളം 95 ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ 95 സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് എനിക്ക് ആ ഒരു പ്രശ്നത്തിന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം എത്ര ഉപ്പിട്ട് വെള്ളം കുടിച്ച, സാധാരണ ബി പി കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ഉപ്പിട്ട വെള്ളം കുടിക്കാൻ പറയും. എന്നാലും ആ ഒരു പ്രശ്നം, ആ ഒരു മരവിപ്പ്, ആ ബി പി കുറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഒരു മരവിപ്പ്, പെരുപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ 95 ഡെയിലി ഫീൽഡ് പോകുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ഡെയിലി ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഡെയിലി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 8 ബോക്സോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കഴിച്ചു. അത് കഴിച്ചതിന്റെ ശേഷമാണ് ശരിക്കും എനിക്ക് ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു മാറ്റം എൻ്റെ ശരീരത്തിലേക്ക് എനിക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ബി പി കുറവിനൊക്കെ തന്നെ മാറ്റം തോന്നി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലേക്കായാലും ഒരു ഉന്മേഷം കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. 95 സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എപ്പോഴും കൈ കാല് ഒക്കെ തന്നെ ഒരു തരിപ്പ്, അതുപോലെ തന്നെ ഒരു ബലക്കുറവ് പോലെയായിരുന്നു. എപ്പോഴും ശരീരത്തിനൊരു ബലക്കുറവുള്ളത് പോലെയായിരുന്നു ഫീൽ ചെയ്തത്. അങ്ങനെ ഈ 95 കുടിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് ഇപ്പൊ ശരിക്കും ഒരു ഉന്മേഷത്തിലേക്ക് എത്താൻ തുടങ്ങിയത്. ശരീരത്തിനൊരു നല്ലൊരു ബലം, ഡെയിലി രാവിലെ ഇത് കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് ഫീൽഡിൽ പോയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ കൈ, കാല്, മരവിപ്പ്, ക്ഷീണം, തളർച്ച, ശരീരത്തിനൊരു ഉന്മേഷം. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരു ശരീരമൊക്കെ ഒരു മെലിഞ്ഞ് ക്ഷീണിച്ച ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. മുഖമൊക്കെ തന്നെയായിരുന്നാലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ 95 കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരീരമായാലും മുഖമായാലും ഒക്കെ തന്നെ നല്ല മാറ്റം വന്നൊരു തുടിപ്പ് പോലെ, ശരീരത്തിലേക്കൊക്കെ നല്ലൊരു തുടിപ്പ് പോലെ ഫീൽ ചെയ്യും. അപ്പൊ എന്നെ കാണുന്ന ആളുകളൊക്കെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ ഈ 95ന്റെ റിസൾട്ടാണ് എല്ലാരോടും പറയാറുള്ളത്. അതുപോലെ തന്നെ 95 ഞാൻ വേറെ ഒരാൾക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് എന്നോട് ചോദിച്ചത് അവർക്കും ഈ പ്രശ്നം തന്നെയാണ്, ശരീരത്തിന് ഒരു ബലം ഇല്ലാത്തതുപോലെ തോന്നുന്നു, ഒരു ഉന്മേഷക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ 95 പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ അവരത് കഴിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നല്ല മാറ്റമുണ്ട്, ഇപ്പൊ ശരീരത്തിനൊക്കെ നല്ലൊരു ബലം, നല്ല ഒരു ബലക്കൂടുതൽ പോലെ തോന്നുന്നുണ്ട് എന്ന്. ഈ 95 കഴിക്കുന്ന സമയത്ത് തന്നെ, ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഈ
തലച്ചോറിനും നല്ലൊരു ഉണർവുള്ള ഒരു ഫ്രഷ്നെസ് ഫീലാണ്. രാവിലെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത് കഴിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളെ മൈൻഡും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീല് പോലെയാണ് തോന്നുന്നത്. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിലെ മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ വന്ന കുറെ മാറ്റങ്ങളോടെ തന്നെ വന്നത്. അതിന്റെ പുറമെ ഞാൻ ഒരു വർഷമായപ്പോഴത്തേക്ക് ഞാനൊന്ന് വീണിരുന്നു. ഈ രോഗമൊക്കെ മാറി ബിസിനസ്സിൽ നല്ലോണം വന്നിട്ടൊന്നുമില്ലായിരുന്നു. അപ്പൊ ഒന്ന് വണ്ടിമന്ന് വീണപ്പം പിന്നെ കൈ റോഡുമലേക്ക് അടിച്ചു, ഇങ്ങനെ റോഡുമലേക്ക് വീണതായിരുന്നു. അങ്ങനെ കൈയിന്റെ മസിൽ പൊട്ടിപ്പോയി. അപ്പൊ എന്നോട് ഞാൻ ആദ്യം കെട്ടിച്ചു അങ്ങനെയൊക്കെ കൊണ്ടുനടന്ന് ഇതിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ അറിയാം, എന്നിട്ടും പൈസന്റെ രസം ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ കൊണ്ടുനടന്ന് പിന്നെ ലാസ്റ്റ് ഞാന് പിന്നെ ഇതിലുള്ള 95 പിന്നെ ചാമ്പിത്തൈലവും വെൽഹാട്ടും ഇത് മൂന്നും കൂടി കഴിച്ചപ്പോ എനിക്ക് എന്നോട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇത് ചെയ്തപ്പം സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോയിട്ട് അഡ്മിറ്റ് ആയി നിങ്ങൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ MRI ചെയ്തപ്പോ സർജറി ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇത് വലിയ പ്രശ്നമാവും, കൈ അനക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ്, എങ്ങനെങ്കിലും ഓപ്പറേഷൻ അല്ലാണ്ട് എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ഇതിൽ മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതിലുകൊണ്ടൊന്നും ഇത് മാറൂല, സർജറി തന്നെ വേണം, 3-4 നരമ്പൊക്കെ ഇതിന്റെ തറാറ് വന്നിട്ടുണ്ട് എന്നായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇത് പ്രഷറിട്ട് നടക്കലായിരുന്നു. അപ്പൊ മീറ്റിങ്ങിനൊക്കെ വരലുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം പ്രദീനാമോടും അയ്യൂസാറും പറഞ്ഞു നിങ്ങൾ 95 കുടിച്ചില്ല വെച്ച് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ 95 എടുത്ത് കുടിക്കുന്നതായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, പിന്നെ 95 ഒരു ബോട്ടിൽ വാങ്ങി പൊട്ടിച്ച് അതും ചാമ്പിത്തൈലം തേക്കുകയും ചെയ്ത് ഈ വെൽഹാട്ടും ഇത് മൂന്നും കൂടെ കഴിച്ചപ്പോ എനിക്ക് നല്ല റിസൾട്ടാണ് വന്നത്. കാരണം എന്റെ കൈ നമ്മളൊരു ക്ലാസ് 4 ക്ലാസ് എടുത്ത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല, സ്റ്റീൽ ക്ലാസ് വരെ. അങ്ങനത്തെ അടുത്ത് ഞാൻ ഇവിടെ ഹോട്ടലിലൊക്കെ പോയാൽ എനിക്ക് വെള്ളമൊക്കെ ഓരോരുത്തർ പാർന്നേരി വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നൊക്കെ അവസ്ഥ അതിന്. ഏതായാലും വേണ്ടിയില്ല, അത് നല്ല റിസൾട്ട് അതോടെ വന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. കോളേജിൽ പോയിട്ട് പറഞ്ഞത് എന്നോട് സർജറി ചെയ്യാനാണ് എല്ലായിടത്തുനിന്നും. അപ്പൊ ആ സർജറി ഇല്ലാതെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതേമാതിരി പിന്നെ കുറെ തൈറോയിഡിന് 2 ആക്കി ഞാൻ അതേമാതിരി മുഴയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് തൈറോയിഡ് നല്ല പ്രശ്നമുള്ളവരെ അതിന് വർത്താനം പറയുമ്പോൾ ഭയങ്കര വിമിഷ്ടായിരുന്നു, അത് പറയാൻ കഴിയൂലായിരുന്നു, ഫോൺ ചെയ്താലൊന്നും പറയാൻ കഴിയൂല. അങ്ങനത്തെ ഒരു ഇതുള്ളവർക്ക് ഞാൻ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു ഇതിൽ 95 ടൈഗൽത്ത് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, അത് 2 കൂടി കഴിച്ചാൽ മാറും തന്നെ. അപ്പൊ എന്നോട് ചോദിച്ചാൽ ആരെങ്കിലും കുടിച്ച റിസൾട്ട് ഉണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാ. അവർക്ക് ശ്വാസം മുട്ടലും പിന്നെ അലർജിന്റെ പ്രശ്നവും എല്ലാം കൂടി ആയിരുന്നു. അപ്പൊ ഞാൻ അതിന് അയ്യൂബ് സാറിനോട് നമ്പർ കൊടുത്ത് അയ്യാബ് സാറുമായിട്ട് സംസാരിച്ച് കുട്ടികളുള്ള ഒരാളായിരുന്നു. സംസാരിച്ച പോലും പറഞ്ഞു ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, കോളേജിൽ നിന്ന് ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലും സർജറി പറഞ്ഞതാ, ഞാൻ സർജറിക്ക് പോകാതെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന്റെ മോന്റെ ഫെറോപ്പിൽ വന്നായിരുന്നു. ഏതായാലും അയ്യൂബ് സാറിന് നമ്പർ ഇട്ട് കൊടുത്ത് നമ്പർ ഒക്കെ റിസൾട്ട് ഒക്കെ വിട്ടുകൊടുക്കാൻ പറഞ്ഞ് അയ്യൂബ് സാറ് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്ത് അവൾക്ക് കവചപ്രാവശ്യവും പിന്നെ കഫ്നിലും അതേമാതിരി പിന്നെ വെൽഹാട്ടും ഇത് 95 ആണുകൾക്ക് കൊടുത്തത്, ഹെൽത്തും ഇത് 3 കൂടി കൊടുത്ത പോലെ 2 പ്രശ്നമായിട്ട് മാറി കിട്ടി. അവൾക്ക് പിന്നെ ആ 3 മാസം കറക്റ്റ് അവര് കഴിച്ചിട്ടുണ്ട്. ആ 3 മാസം ഒരു ദിവസം പോയിട്ടും വിടാതെ കഴിച്ചിട്ടുണ്ട്. അവിടെ അവൾക്ക് ആ അലർജിന്റെ പ്രശ്നം മാറിക്കിട്ടി. പിന്നത്തെ തൈറോയിഡും അത് അവരെപ്പോഴും പറയലുണ്ട്, ബിസിനസ്സിലേക്കൊന്നും അവർ വന്നിട്ടില്ല, ബിസിനസ് ചെയ്യാനാവൂല എന്ന് അതേ അവർ പറഞ്ഞതാ, ഇതുവരെ പ്രശ്നങ്ങളുള്ള ആളാണ്, ബിസിനസ് ചെയ്യാൻ ചെയ്യൂല. ഞാൻ പറഞ്ഞു നിങ്ങളെ രോഗങ്ങൾ മാറ്റിയാൽ മതി. അതുപോലെ 3 മാസം അടുപ്പിച്ച് കുടിച്ചാൽ മാറി. പിന്നെ അത് കേട്ടിട്ടാണ് അതിന്റെ റിസൾട്ട് കൊണ്ടാണ് ഞാൻ വേറൊരാൾക്ക് കൊടുത്തത്. ഞങ്ങളൊരു അയൽവാസിയാണ്, ഒരു കൊയിലാണ്ടിയാണ് താമസം. ഓലിപ്പോ പ്രൊഡക്റ്റ് കുറേശ്ശൊക്കെ വാങ്ങലുണ്ട്. അപ്പൊ ഓൽക്കും ഇതേമാതിരി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൈറോയിഡിന്റെ പ്രശ്നം. ഓലോട് സർജറി പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഓൽക്കും ഞാനിത് കൊടുത്ത് ഇപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്തപ്പോ നോർമലായി എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 2 ബോട്ടിലും മായി കുടിക്കണം, എന്തായാലും 2 മാസം കൂടി മായി കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചില്ല. ഏതായാലും അങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ ഇഷ്ടംപോലെ റിസൾട്ട് ഉണ്ട് പറയാന്. പക്ഷെ ഏതായാലും നമുക്കിത് 95 പറ്റിയാണല്ലോ. പിന്നെ ഷുഗറിൻ്റെതാണെങ്കിലും കൊടുത്തിട്ടൊക്കെ റിസൾട്ട് ഒക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. വലിയ റിസൾട്ട് ഒന്നും വന്നില്ല. ഞാൻ തന്നെ കൈ പൊട്ടിയ സമയത്ത് ഒരു 2 മാസം പോലെ ഇംഗ്ലീഷ് ഗുളിക കുടിച്ച് ഈ കൈയിന്റെ പ്രശ്നത്തിന്. അതിലെനിക്ക് എനിക്ക് ഷുഗർ പെട്ടെന്ന് വന്നപ്പോ ഞാന് പോയി ടെസ്റ്റ്, എന്നോട് ഒരു ഇഞ്ചക്ഷൻ വെക്കണം ഉള്ളിൽ, അതുകൊണ്ട് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ചെന്നതാ. പോയി നോക്കുമ്പോ ഷുഗർ കൂടുതലാ.
അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ ഷുഗറിന്റെ ഗുളിക ഒരു മാസം കുടിക്കണം എന്നാണ്. ഞാൻ കുടിച്ചു നോക്കുമ്പോ ഒരു മാറ്റമില്ല. പിന്നെ ഒരു മാസം കുടിക്കണം എന്നാണ്. കുടിച്ചപ്പോൾ മാറ്റമില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി, നമ്മൾ ഡൈവാലഫും ഈ ഇതിലുള്ള ഇംഗ്ലീഷ് ഗുളികയും കൂടി രണ്ടും കൂടിയാ കുടിച്ചത്. അത് രണ്ടും കൂടി കുടിച്ചപ്പോ എനിക്ക് നോർമലായി. പിന്നെ ഇഞ്ചക്ഷൻ വെച്ച് നേരേശാണ് 95 കുടിച്ചത്. ഏതായാലും നല്ല റിസൾട്ടുകൾ തന്നെ. 95ന്റെ റിസൾട്ടുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ തന്നെ കാരണം 95 നിങ്ങളൊക്കെ കേട്ടേക്കും, വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടി അതിന് ശേഷം വന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കൂടി ഓർമ്മപ്പെടുത്തുക. വേറെയുണ്ട്. അപ്പൊ എന്റെ അനുജന് മരുത്തുമെന്ന് വീണിട്ട് കോളേജിലും KMCT ഒക്കെ ആയിട്ട് ചികിത്സക്ക് 8 മാസം. അതിന്റെ ശേഷം അവര് വീട്ടിലേക്ക് പറഞ്ഞയച്ചാണ്. അവര് കയ്യിലുള്ള ചികിത്സ ഒക്കെ തീർന്നു. വീട്ടിലാണെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പോലും അവന് കഴിയില്ല. എല്ലും തോലുമായി വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് തുടങ്ങുന്നത്. അയ്യൂബ് സാറേയും ബഷീർ സാറേയും കൂട്ടിപ്പോയി സംസാരിച്ചു. ഏതായാലും അവനക്ക് തോന്നി കുടിച്ചാൽ മാറണമെന്ന് പറഞ്ഞ അങ്ങനെ 1 മാസം കഴിച്ചപ്പോ തന്നെ അവന് ചടക്കാനായി. ഏതായാലും 3 മാസം കണ്ടിന്യൂ ആയി സ്പീർണ ഗോൾഡും കഴിച്ചു, ബെൽഹാർട്ട് കഴിച്ചു, 95 അടക്കം. ഇപ്പോ അൽഹംദുലില്ലാ അവന് നേരത്തെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. 1000 1500 തേങ്ങ ഉരിക്കില്ല. അതിന്റെ ശേഷം സ്വന്തം വീട്ടിൽ തന്നെ ഷെഡൊക്കെ ഇട്ടിട്ട് മന്തിയോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അത്രയും റിസൾട്ട് കിട്ടിയ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ബിസിനസ്സിൽ ഒഴിഞ്ഞു പോകാതെ നിൽക്കാൻ കാരണം ഉണ്ടായത്. മറ്റൊന്ന്, എൻ്റെ വൈഫിന് ESR കൂടുതലായിരുന്നു. അങ്ങനെ എപ്പോഴും വേദനയും മേലൊക്കെ പല രൂപത്തിൽ ചികിത്സ ഒക്കെ നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. അങ്ങനെ USR പറഞ്ഞ നിങ്ങളോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ESR ആണെന്ന്. അങ്ങനെ ഒറ്റ ബോട്ടലെ 95 കുടിച്ചുള്ളൂ. അപ്പോ അത് പൂർണ്ണമായും മാറിപ്പോയി. മറ്റൊന്ന്, നമ്മളെ അടുത്ത് തന്നെയാണ് USR വീടിന്റെ ഭാഗത്താണ് നമ്മളെ പരിചയക്കാരന്റെ ഭാര്യക്ക് സ്ട്രോക്ക് വന്ന് കിടക്കുകയായിരുന്നു. അപ്പോ ആരൊക്കെ അവരോട് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ ഒരു വിശ്വാസം കൂടുതൽ കിട്ടി. അങ്ങനെ 1 മാസം 2 ബോട്ടിൽ വീതം 3 മാസം കഴിച്ചപ്പോ ആ ഉമ്മക്ക് എണീച്ച് നടക്കാന്, അത്യാവശ്യത്തിനുള്ള അടുത്ത് നടക്കാനൊക്കെ സാധിച്ച റിസൾട്ടാണ് അറിയാനുള്ളത്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. അതിന് ഇപ്പൊ ഞങ്ങളൊരു 10-18 95 അതിനോടനുബന്ധിച്ച് സ്പർലീനും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഇന്നലെ ഞങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്തു. സ്കാൻ ചെയ്തപ്പോ എല്ലാം നോർമൽ, കിഡ്നി നോർമൽ, ലിവർ നോർമൽ, പാൻക്രിയാസിൽ അങ്ങനെ ആ പ്രശ്നമേ കാണുന്നില്ല. ഞങ്ങൾക്ക് അമ്മ തിരിച്ചു കിട്ടിയത് തന്നെ. ഞാൻ ഒരു തവണ അത് റിസൾട്ട് പറഞ്ഞതാണ്. എങ്കിലും 95 നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ പെങ്ങളെ മകള് ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഈ റിസൾട്ട് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞ നിങ്ങളെ പ്രൊഡക്റ്റുകളൊക്കെ സൂപ്പറാണ് മാമ, അത് കൊടുത്തോളൂ കൊണ്ടു, ഒരു പേടിയും പേടിക്കണ്ട, ഇതിന്റെ റിസൾട്ടാണ് ഇപ്പൊ അമ്മമ്മ നമുക്ക് തിരിച്ചു കിട്ടിയതെന്ന് അവളോട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയേണ്ടത്. പിന്നെ ഇപ്പൊ ഡയബാലിസിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ 7ത്തെ ഭർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കേണ്ട നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ. ഡയബാലൈഫിന്റെ ഒരു റിസൾട്ട് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്റെ ഹസ്ബൻഡിന് വന്നിട്ടുള്ള ഒരു റിസൾട്ട് ആണത്. 95 അല്ല, ഡയബാലൈഫ് ആണ്. ഡയബാലൈഫ് ഷുഗർ ഒരു HbA1c 13 ഉണ്ടായിരുന്നു, 13 മുകളിലുണ്ടായിരുന്നു. അപ്പം വേറെ ഒരു നമ്മുടെ അലോപ്പതി മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല. ഒരു 2 മാസം നമ്മുടെ ഡയബാലൈഫും സ്പൈറുലിനെയും 5 സ്ട്രെസ് കൂടെ നെർവ് എനർജി കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 13 നിന്ന് 10 നമുക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ട്. 2 മാസത്തെ റിസൾട്ടാണ്. അപ്പം ഇത് കുറച്ച് ക്രിട്ടിക്കലായിട്ടിരുന്നു. കാരണം ഈ കാലില് മുറിവൊക്കെ ഉണ്ടായി, അതായത് ഒരു പൊള്ളിച്ച് വന്നിട്ട് മുറിവൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് വൂണ്ട് ഹീലിംഗ് ഒക്കെ പറ്റി. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡയബറ്റിക്കിന്റെ ഡോക്ടറെ അല്ല, അല്ലാണ്ട് നമ്മുടെ ന്യൂറോ സംബന്ധമായിട്ടുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു. കാരണം പുള്ളി ഇത് മരുന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഒരു
സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് ഡോക്ടർ തന്നെ പറയുന്നത് കണ്ണ് കെട്ടി റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു സ്റ്റേജിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് മരുന്ന് കഴിക്കാതിരുന്നത് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ചെന്നപ്പോൾ തന്നെ വഴക്കാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അതൊരു ഭയങ്കരമായിട്ട് റിസൾട്ടാണ്. അപ്പൊ ധൈര്യപൂർവ്വം എല്ലാവർക്കും കഴിക്കാവുന്ന അത്രയും വലിയ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചേ നന്നായി. ഞാനതിന്റെ വീഡിയോ, അതിന്റെ ഫോട്ടോസും അതിന്റെ റിസൾട്ടും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. ഇന്നലെ നമ്മള് കൊപ്പം JTS 2 റിസൾട്ട് വന്നു. നമ്മുടെ മറിയത്താത്ത, അവരുടെ ഭർത്താവ് സത്താർ, അവർക്ക് രണ്ടാൾക്കും ഏകദേശം 10, 200, 300 ഒക്കെ പ്രമേഹം ഉണ്ടായിരുന്നതാണ്, ഷുഗർ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്. ഇപ്പൊ ഭർത്താവിന് 105ഉം ഭാര്യക്ക് 110ഉം ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ റിസൾട്ടുകളാണ്. നമ്മളെ പ്രൊഡക്റ്റുകൾ ഏത് കഴിച്ചിട്ടാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്റെ കൂടെ ഒരു ഉമർ ഉസ്താദ് ഉണ്ട്. അദ്ദേഹം ഈ മാൻശക്തിമാൻ കൊടുത്തത് ലൈംഗികമായ പ്രയാസമുള്ള കുറച്ച് വയസ്സായ ആളുകൾക്കായിരുന്നു. ഷുഗറുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യം അവർ സംസാരിച്ചിട്ടുമില്ല, അത് കുറയുമെന്ന് പറഞ്ഞിട്ടുമില്ല, അല്ലെങ്കിൽ അതിന് വേണമെന്ന് അവരും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഈ ഒരു വിഷയം അറിയാതെ കൊടുത്തതാ, ഷുഗർ വിഷയം അറിയാതെ കൊടുത്തതാ. എന്നാൽ അവർക്ക് പിന്നെ ഒരു മാസം കഴിച്ചിട്ട് ഷുഗർ കുറഞ്ഞ റിസൾട്ടാണ് പറഞ്ഞത്. ആ വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, ഉമർസ്ഥാന്റെ ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാൻശക്തിമാനും കവചപ്രാവശ്യം കൊടുത്തിട്ട് ഷുഗർ കുറഞ്ഞു എന്നുള്ളൊരു ഒരു റിസൾട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾക്ക് കഴിക്കാൻ ഒരുപാട് ഭയമാണ് ഇപ്പോഴും. നമ്മൾ ഈ കാര്യം ഇപ്പൊ പറയുകയാണെങ്കിൽ അവർക്കൊക്കെ പേടിയാണ്. കാരണം ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ഡോക്ടർമാരല്ല, അതല്ല, ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഷൗട്ട് ചെയ്യുന്നവരെ സംസാരം ഉണ്ടായ ആളുകളൊക്കെ ഉണ്ട്. കാരണം അവർക്കൊക്കെ നമ്മൾ ലീഡേഴ്സിന് അങ്ങനത്തെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ പേടിയാണ്. കാരണം ഇതെന്താ ഡോക്ടർമാർ എഴുതി കൊടുക്കണമെന്നല്ലല്ലോ, ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ ഈ റിസൾട്ടുകളൊക്കെ, ഇന്നത്തെ ഒരുപാട് റിസൾട്ട് കേട്ടതൊക്കെ നമുക്ക് വലിയ ഗുണം ചെയ്യും.